ഹായ്, ഞാൻ ജിത്തുൽ. ഇവൻ എൻ്റെ ഫെബിൻ. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഡിസിഷനിലേക്ക് ഞങ്ങൾ ചുവട് വയ്ക്കുകയാണ്. ആദ്യത്തെ ഡിസിഷൻ എന്താണെന്ന് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ. ആൻഡ് യെസ്, 2 വർഷത്തെ പ്ലാനിങ്സിനൊടുവിൽ ഞങ്ങളൊരു കുഞ്ഞി പപ്പിയെ വാങ്ങി. ഈ കാണുന്ന വണ്ടിയിൽ രാത്രി ഒരു 8-8:30 ആയപ്പോഴാണ് കേട്ടോ ഡെലിവറി വന്നത്. ഞങ്ങളാണെങ്കിൽ ഒരേ സമയം എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ നല്ല ടെൻഷനും ഉണ്ടായിരുന്നേ. ഈ കാണുന്ന കുഞ്ഞി ബാസ്ക്കറ്റിലാണ് അവർ നമുക്ക് പപ്പിയെ തന്നത്. രാത്രി ആയതുകൊണ്ട് ബാസ്ക്കറ്റിനുള്ളിൽ നോക്കിയിട്ട് ആളെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്ന വഴിക്ക് ഇത്തിരി മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിക്കിയിലെ റെയിൻകോട്ട് എടുത്ത് ഞങ്ങൾ ബാസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ട് മൂടി വെച്ചു. കുഞ്ഞുനാൾ മുതൽ ഒരു പപ്പിയെ വേണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു പെറ്റ്സിനെയും ഹാൻഡിൽ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല പേടിയും ഉണ്ടായിരുന്നു. വീട്ടിലെത്തി ബാസ്ക്കറ്റ് തുറന്ന് നോക്കിയപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് തലയൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നേ. അത് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിരുന്നു. ജീവിതത്തിലേക്ക് പുതിയൊരാൾ കൂടി വന്നു എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഫെബിൻ ഹാപ്പിയാണ്, ഞാൻ ഡബിൾ ഹാപ്പിയാണ്. കാഞ്ചീപുരത്ത് നിന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന ആളായതുകൊണ്ട് തന്നെ ആൾ ഇത്തിരി ടയേർഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കൊടുത്ത പാടെ ആൾ ചാടി കയറി അത് മൊത്തം കുടിച്ചു തീർത്തു. ഇവൾക്ക് വെറും 45 ദിവസത്തെ പ്രായമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇവളെ പട്ടിക്കൂട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആണ് കേട്ടോ വാങ്ങിച്ചത്. കൗതുകം ലേശം ഓവർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ലോഡ് ഡൗട്ടുകൾ ക്ഷമയോടെ കേട്ട് ക്ലിയർ ചെയ്ത് തന്നതിന് അവർക്ക് പ്രത്യേകം താങ്ക്സ് പറയണം. ഇവൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് പേരുകൾ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കേട്ടതിൽ വെച്ച് ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു പേര് തന്നെ ഇവൾക്ക് ഇടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ ശുണ്ടാപ്പിക്ക് പറ്റിയൊരു പേര് സജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇവൾക്ക് ചേരുന്ന നല്ല പേരുകൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.